പല കാരണങ്ങളാൽ ജീവിതത്തിൽ നമ്മൾ മാറ്റി നിർത്തപ്പെട്ടേക്കാം. പക്ഷെ എല്ലായിടത്തും, എല്ലാ സാഹചര്യങ്ങൾക്കും, എല്ലാ ഇടപാടുകൾക്കും ദൈവം സാക്ഷിയാണ്. ഒരു നാൾ കാര്യങ്ങൾ തിരിയും. അവഗണിക്കുകയും തള്ളിക്കളയുകയും ചെയ്തവർക്ക് തന്നെ തങ്ങൾ തള്ളിക്കളഞ്ഞ വ്യക്തികളെ തേടി ചെല്ലേണ്ടതായ ഒരു സാഹചര്യം എല്ലാറ്റിനും സാക്ഷിയായിരുന്നവൻ തന്നെ ആസൂത്രണം ചെയ്യും. നമ്മുടെ ജീവിതത്തിലെ ചില തിരസ്കരണങ്ങൾ, അതായത് ചില ഒറ്റപ്പെടുത്തലുകൾ, നമ്മളെ നിന്ദിച്ചു മാറ്റി നിർത്തുന്ന ചില സാഹചര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ എന്തിനെന്ന് ചോദിച്ചാൽ നമ്മളുടെ വരവേൽപ്പിന് അല്പം കൂടെ ഭംഗി കൂട്ടാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ വലിയ ഭാഗമാണത്. ഒരാശ്വാസം പറഞ്ഞ് ഇന്ന് രാവിലെ നിങ്ങളുടെ ഹൃദയം നിറയ്ക്കാനല്ല ഞാൻ വന്നേക്കുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ ഒരു ആലോചന നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതാനാണ് കർത്താവിനെ അയച്ചേക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ ഞാൻ ആ ഉത്തരവാദിത്വത്തിലേക്ക് കടക്കട്ടെ. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അവസ്ഥകളെ കാണുന്നു. ദൈവം നിങ്ങളെ തൊടാൻ പോവുകയാണ്. അത്യുന്നതമായൊരു മഹാസാന്നിധ്യം കൊണ്ട് ഇന്ന് രാവിലത്തെ ഈ പ്രഭാത നേരം നമ്മുടെ എല്ലാം ജീവിത മേഖലകളിൽ ദൈവകൃപയാൽ അനുഗ്രഹിതമായി സമ്പന്നമായിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുന്ന ഈ കർത്താവിൻ്റെ മഹത്വം വെറുതെ വരുന്നതല്ല. അത് ചില പുതിയ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ തുടക്കം കുറിക്കുവാനും നമ്മൾ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ നമ്മുടെ ജീവിതത്തിൻ്റെ സമയങ്ങളെ പിന്നെയും നമ്മുടെ ലൈഫിലേക്ക് പുതുക്കി തരുവാനുമുള്ളൊരു സമഗ്രമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കർത്താവ് അതിനെ കൊണ്ടുവരുന്നത്. പ്രാർത്ഥനയോടെ നമുക്കതിനു വേണ്ടി ഒരുങ്ങാം. എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ വലിയ നാമത്തിൽ ഇന്നത്തെ ഈ പ്രവചന ദൂതിലേക്ക് സന്തോഷത്തോടെ നിറഞ്ഞ ഹൃദയത്തോടെ സ്നേഹവന്ദനം. വിശുദ്ധ ബൈബിളിലെ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ ന്യായാധിപന്മാരുടെ പുസ്തകം എന്ന് പറയുന്ന ഒരു ഇസ്രായേലിൻ്റെ ചരിത്ര ഗ്രന്ഥമുണ്ട്. അവിടെ പല മനുഷ്യർ പല കാലങ്ങളിൽ ആ ജനതയുടെ നടുവിൽ ന്യായപാലകരായി വാണതിനെക്കുറിച്ചുള്ളതായ വിവരണങ്ങളാണ്, ചരിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വായിക്കുമ്പോൾ ഒരു നോവൽ വായിക്കുന്നത് പോലെ വളരെ മനോഹരമായി നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വരികളാണ് അതിൻ്റെ ഓരോ അധ്യായങ്ങളിലും ഉള്ളത്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒരു യാത്രയിലൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വായിച്ച് നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു നല്ല ഏടാണ് വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകം. ഈ ന്യായാധിപന്മാരുടെ ഗ്രന്ഥത്തിലെ 11-ാം അധ്യായം ഒരു പ്രത്യേക ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അത് യിപ്താഹ് എന്ന് പറയുന്ന പണ്ടത്തെ ആൾക്കാരുടെ പേരാണല്ലോ. കേൾക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും, പക്ഷേ മനസ്സിലാക്കുക, യിപ്താഹ് എന്ന ഇസ്രായേലിനെ വാണ ഒരു ന്യായാധിപൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് 11-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. ഗിലെയാദ്യനായ യിപ്താഹ് പരാക്രമശാലിയായിരുന്നു. ഒരു വ്യക്തിയുടെ മഹിമയെ പറഞ്ഞിട്ട് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സങ്കടവും കൂടെ അടുത്ത വരിയിൽ കോറിയിടുകയാണ്. എങ്കിലും വേശ്യാപുത്രനായിരുന്നു. അയാളുടെ അമ്മ ഒരു ഗണികയായ സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ അപ്പൻ ആരാണ് എന്നുള്ളത് ഈ കുട്ടിക്ക് അറിയില്ലായിരുന്നു. സ്വന്തം പിതൃത്വം തേടി അലയേണ്ടി വരുന്ന ഒരുവൻ്റെ വേദന യിപ്താഹിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒരു വ്യക്തിയെ മറ്റൊരാൾ നിന്ദിക്കാൻ ഇതിൽ പരം എന്ത് കാരണമാണ് വേണ്ടത്? പേരിനോട് ചേർത്ത് വെക്കാൻ ഒരു അപ്പൻ്റെ പേരുള്ളതിൽ അഭിമാനിക്കുന്ന എല്ലാവരും ആ പേരറിയാതെ പോകുന്നവൻ്റെ വേദന പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ഇവിടെ സ്വന്തം പിതാവ് ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയ ഒരു മകൻ്റെ നൊമ്പരമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് നിഷേധിക്കപ്പെട്ട ഒരുവൻ. അങ്ങനെയാണ് ഈ വ്യക്തിയെ നമ്മൾ കാണുന്നത്. എല്ലാവർക്കും ഉള്ളത്, എല്ലാവർക്കും സന്തോഷത്തോടെ ഉയർത്തിക്കാണിക്കാനുള്ളത്, പേരിൻ്റെ കൂടെ മഹത്വപൂർണമായി പലർക്കും, ഏത് സാധാരണക്കാരനും എത്ര ദരിദ്രനും അടയാളപ്പെടുത്താനുള്ളത് ഇല്ലാതെ പോയി ഒരുവനെ വിശുദ്ധ വേദപുസ്തകം അങ്ങനെ തന്നെ എടുത്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നു. അത് അയാൾക്കുള്ള ഒരു അവഹേളനമായിട്ടല്ല ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. അത്രത്തോളം ജീവിതത്തിൻ്റെ അടിസ്ഥാന ഭാഗ്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടവൻ്റെ ജീവിതത്തിൽ ആദരവ് നൽകുന്നതിൽ ദൈവം എത്രത്തോളം സാക്ഷിയായിരിക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് വിശുദ്ധ ബൈബിളിലെ ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത്. നമ്മൾ പലതും ഇല്ലാത്തതിൻ്റെ പേരിൽ കരയും. എന്നാൽ എല്ലാവർക്കും ഉള്ളതില്ലാതെ വരുമ്പോൾ അത് വല്ലാത്തൊരു നോവാണ്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മേൽവിലാസത്തിലെ
അപകീർത്തികൾ, നിങ്ങളുടെ ജീവിത ജനന നാൾ വഴികളിലെ സങ്കടം പുരണ്ട ഓർമ്മകൾ, നിങ്ങൾ ആരോടും പറയാതെ കൊണ്ടു നടക്കുന്ന നൊമ്പരങ്ങൾ, ഇതൊക്കെ ദൈവം എങ്ങനെ വിലയിരുത്തുന്നു എന്നത് അന്വേഷിക്കുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരമായിട്ടാണ് ഈ വേദപുസ്തകത്തിലെ ഏടിങ്ങനെ പിറന്നു വരുന്നത്. വിഷമിക്കരുത്. നിന്ദിക്കുക എന്ന് പറയുന്നത് ചില മനുഷ്യരുടെ പൊതു സ്വഭാവമാണ്. പക്ഷെ ആദരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെയും നേച്ചറാണ്. വല്ലാതെ കളിയാക്കുന്നതിലാണ് ചിലർക്ക് ആഹ്ലാദം. ഏത് അവസരം കിട്ടിയാലും എവിടെയും ആരെയും ഇകഴ്ത്തി കാണിക്കുന്നത് ചിലരുടെ ജന്മസിദ്ധമായൊരു വാസന പോലെയാണ് അവർ കൊണ്ടു നടക്കുന്നത്. പക്ഷേ ഏറ്റവും നിസ്സാരമായതിനെ പോലും സവിശേഷമായതിലേക്ക് എടുത്തുയർത്തുന്ന ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് ഏത് മനുഷ്യജന്മത്തിൻ്റെയും മീതെ ഉണ്ടെന്നുള്ള കാര്യം പലരും മറന്നു പോകുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യൊപ്പുമായി വന്ന ഒരാളാണ്. നിങ്ങൾ ഇത്രയൊക്കെ സഹിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടും എൻ്റെ ഈ വാക്കുകൾ ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നതായി നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഒരു നിമിത്ത നേരമാണ്. കർത്താവ് ഇത് നിങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹിച്ച് പറയുന്നതാണ്. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളതാണ്. ഇബ്താഹ് തൻ്റെ പിതാവ് ആരാണെന്ന് അറിയാൻ വയ്യാത്ത ഒരു കുട്ടിയായിരുന്നു. ഇബ്താഹിൻ്റെ ജനകനോ ഗിലെയാദായിരുന്നു, ഒരു പ്രത്യേക ദേശം. എന്നാൽ ആ വംശത്തിലെ ആരാണ് എന്താണെന്നൊന്നും വ്യക്തമായ അറിവില്ല. ഗിലെയാദിൻ്റെ ഭാര്യയും അവന് പുത്രന്മാരെ പ്രസവിച്ചു. അവൻ്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവർ ഇബ്താഹിനോട് പറഞ്ഞു, നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കുകയില്ല, നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ നീക്കിക്കളഞ്ഞു. സ്വന്തം സഹോദരങ്ങളാൽ പടിയിറക്കപ്പെടുന്നവൻ്റെ വേദനയാണ് രണ്ടാമത് ഇദ്ദേഹം അനുഭവിക്കുന്നത്. അച്ഛനമ്മ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ വേദന ഓൾറെഡി ഉണ്ട്. അപ്പോൾ തന്നെ വളർന്നു വരുന്ന ജീവിതഗണ വഴികളിൽ സ്വന്തം കൂടപ്പറപ്പുകളെന്ന് കരുതുന്നവരാൽ നിഷേധിക്കപ്പെടുന്നവൻ്റെ വേദന ഇബ്താഹിൻ്റെ ലൈഫിലേക്ക് രണ്ടാമതായി കയറി വരികയാണ്. സ്വന്തം സഹോദരങ്ങളാൽ ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുകയും ഒരു കൂരയുടെ കീഴിൽ ഉറങ്ങുകയും ഇച്ചിരി പുരണ്ട കൈ എന്നൊക്കെ മറ്റുള്ളവർ പറയുന്ന ആ കൈ കൊണ്ട് ഉരുട്ടിത്തരുന്ന ഉരുള ഒന്ന് കഴിച്ചിട്ട് ആ കൈ പിന്നെ ഒന്ന് സ്നേഹത്തോടെ നക്കുകയും ചെയ്യത്തക്ക നിലയിൽ സാഹോദര്യത്തിൻ്റെ രുചി കുഞ്ഞുനാളുകളിൽ അനുഭവിച്ചവരെല്ലാം വളർന്നു കഴിയുമ്പോൾ തമ്മിൽ ബദ്ധവൈരികളെ പോലെ ശത്രുക്കളാകുന്നത് ഭയങ്കരമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു യാഥാർത്ഥ്യം ഞാൻ ഈ സമയത്ത് പറയാം. നമ്മളെല്ലാ ദിവസവും ജീവിതങ്ങളെ കാണുന്നൊരു മനുഷ്യനായതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപരിചിതനായൊരു ശത്രുവിന് നമ്മളുടെ നേരെ ഒരു രോഷമോ പകയോ വന്നാൽ അവനത് പ്രഹരിക്കുമായിരിക്കും, ചീത്ത വിളിക്കുമായിരിക്കും, ചിലപ്പോൾ തല്ലി കയ്യോ കാലോ ഓടിക്കുമായിരിക്കും, ചിലപ്പോൾ കൊല്ലുമായിരിക്കും. പക്ഷെ കൂടപ്പറപ്പിന് പക കയറിയാൽ, അസൂയ കയറിയാൽ അവൻ കൊല്ലുകയില്ല, അവൻ കൊല്ലാക്കൊല ചെയ്യും. അവൻ പക വീട്ടത്തില്ല. അവൻ പകയ്ക്കകത്ത് പിന്നെയും എരുതിയിൽ എണ്ണയൊഴിക്കുന്ന പോലെ അത് ആസ്വദിച്ച് ആ പ്രതികാരം തീർക്കും. മറ്റുള്ളവർ രോഷത്തോടെ തീർക്കുമ്പോൾ ഇത് ആസ്വദിച്ച് തീർക്കും. അത്രത്തോളം സ്നേഹബന്ധങ്ങൾക്കിടയിൽ ആ ഒരു പക കയറി കഴിയുമ്പോൾ അതിൻ്റെ അപകടാവസ്ഥ ഭയങ്കരമാണ്. ഒത്തിരി പേരിതിനാൽ വലയുന്നുണ്ട്. ഇന്നലെയും ഒരു കുടുംബം എൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞുകൊണ്ടൊരു വാക്ക് പറഞ്ഞു. അത് പറയുമ്പോൾ ആ പിതാവ് വിഷമിക്കുകയാണ്. ഞാൻ അന്നേരം ഓർത്തു, ദൈവമേ, ഇതൊരു പുരുഷനാണ് ഈ മനുഷ്യൻ. അയാൾ വേദനയോടെ അയാളുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. പാസ്റ്ററെ, എൻ്റെ ഇന്നയാളാണ്. സഹോദരൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അത് മുഴുമിപ്പിക്കാൻ പറ്റാതെ വിങ്ങിപ്പൊട്ടുക, താടി വിറയ്ക്കുന്നത് നമുക്ക് കാണാം. സ്നേഹിക്കപ്പെടുന്നവരാൽ ഉപേക്ഷിക്കപ്പെടുന്നവർ, കൂടപ്പിറപ്പുകളാൽ കുടിയൊഴിപ്പിക്കപ്പെടേണ്ടി വരുന്ന വേദന, ഒരു കുഞ്ഞനിയനെ പോലെ ചേർത്ത് പിടിച്ചവർ, ഒരു ചേട്ടായിയെ പോലെ കൈക്കൊണ്ടവർ, ഒരു ചേച്ചിയെ പോലെ ഒരു കുഞ്ഞമ്മയായി കൊണ്ടു നടന്നവർ പെട്ടെന്നൊരു നാൾ തീക്കൊള്ളി പോലെ നമ്മുടെ നേരെ പൊള്ളലേൽപ്പിക്കും വിധം ആഞ്ഞു കുത്തി നമ്മളെ മാറ്റി നിർത്തുമ്പോൾ, കുഞ്ഞുനാളിലൊക്കെ വീട്ടിൽ കോഴി അട വെച്ചിറക്കുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഈ കോഴിക്കുഞ്ഞുങ്ങളുണ്ടായി കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു 2, 3, 4, 5 ആഴ്ചയൊക്കെ ഇത് ഭയങ്കര സന്തോഷത്തിലാണ് ഇതുങ്ങളുടെ ജീവിതം. നമുക്കും ഭയങ്കര രസം ഇത് കാണാൻ. എന്നാൽ ഇതൊരു സമയം കഴിയുമ്പോഴേക്കും ഈ തള്ളക്കോഴി കുഞ്ഞുങ്ങളുടെ ഓരോ കൊത്ത
അന്നേരം ഇതുങ്ങളൊരു കരച്ചിൽ കരഞ്ഞുകൊണ്ട് മാറിപ്പോകും. 2, 3, 4 കൊത്ത് കിട്ടിയാലും പിന്നെ ഇതുങ്ങൾ ആ ചെറുകിൻ്റെ കീഴിൽ തന്നെ കയറാൻ ചെല്ലും. ഈ തള്ളക്കോഴി അടുപ്പിക്കുകയില്ല. അന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായൊരു വേദനയാണ്. എന്തോ ഒരു അവസ്ഥയത്, എന്തിനാ ഈ അമ്മക്കോഴി ഇങ്ങനെ ചെയ്യുന്നേ? പക്ഷേ മുതിർന്നു കഴിയുമ്പോൾ ഈ കോഴിക്കൂട്ടിൽ നടന്ന കാര്യം ജീവിതത്തിൽ നടക്കും. അന്ന് എല്ലാവരും കൂടെ കൂട്ടം ചേർന്ന് കൊത്തും. ആ കൊത്തു കൊള്ളാൻ ഒരാളുണ്ടാവും. ഒരുപക്ഷെ അത് എന്നെ കേൾക്കുന്ന നിങ്ങൾ തന്നെയാണ്. വിഷമിക്കല്ലേ. കൂടപ്പുറപ്പുകൾക്കിടയിൽ നിന്നും കൊത്തി മാറ്റപ്പെടുന്നവൻ്റെ വേദന ഇബ്താഹ് അനുഭവിച്ചു. അമ്മയുടെ വേദന, അപ്പൻ ആരാന്നറിയാൻ വയ്യാത്തതിൻ്റെ സങ്കടം, അല്ലെങ്കിൽ അമ്മയുടെ പേര് പറഞ്ഞുള്ള അവഹേളനം, അമ്മയ്ക്ക് വന്നുപോയ നിവൃത്തികേടിൻ്റെ പേരിൽ വല്ലാതെ തല താഴ്ത്തപ്പെടേണ്ടി വന്നൊരു യൗവനം, വളർന്നു വരുന്ന കൗമാരകാലത്ത് സ്വന്തം കൂടപ്പിറപ്പുകളുടെ ഇടയിൽ നിന്നും ആട്ടി ഓടിക്കപ്പെടുന്നവൻ്റെ വേദന, ഇതെല്ലാം ഇബ്താഹ് എന്ന് പറയുന്ന മനുഷ്യൻ അനുഭവിക്കുകയാണ്. അടുത്തത് പറയുന്നത്, ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കുകയില്ല, അവകാശവും കൊടുത്തില്ല. കുടിയൊഴിപ്പിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, അവകാശവും കൊടുത്തില്ല. ഇങ്ങനെ അവനെ നീക്കിക്കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ നീക്കിക്കളഞ്ഞു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ തകർച്ച അയാൾ കേൾക്കുന്ന വാക്കുകൾ ബൈബിൾ അതുപോലെ എഴുതിയേക്കുക. നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ നീക്കിക്കളഞ്ഞു. അങ്ങനെ ഇബ്താഹ്, അടുത്ത വാക്ക്, തൻ്റെ സഹോദരന്മാരെ വിട്ടു. അയാൾ വിട്ടത് ശത്രുക്കളെയല്ല, താൻ ഏതോ ഒരു നീചനായി കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കപ്പെട്ട ആ നിമിഷം തൻ്റെ സഹോദരന്മാരെ വിട്ടു. ഇബ്താഹ് വിട്ടത് ശത്രുക്കളെയല്ല, സഹോദരന്മാരെയാണ്. അങ്ങനെ ആ ബൈബിൾ ആ ഒരു ബന്ധവും അയാളുടെ പേരിനോട് ചേർത്ത് എഴുതിയിരിക്കുന്നു. അയാൾക്കുണ്ടായിരുന്നു. അയാൾക്ക് വ്യക്തമായിട്ട് അയാളുടെ അപ്പനോ അല്ലെങ്കിൽ അയാളുടെ അമ്മ ആരിൽ നിന്നാണ് തന്നെ പ്രാപിച്ചത് എന്നുള്ളത് അറിയില്ലായിരിക്കാം. പക്ഷേ അവന് സഹോദരങ്ങളുണ്ട്. പക്ഷേ ഉണ്ടെന്ന് കരുതിയ സഹോദരങ്ങളിൽ നിന്നില്ലാത്ത അവസ്ഥയിൽ അയാൾ സ്വന്തം കുലത്തിൽ നിന്ന്, ചേരിയിൽ നിന്ന്, പാളയത്തിൽ നിന്ന് പടി ഇറങ്ങുകയാണ്. അയാളൊരു നിരാശനായി ജീവിതത്തിൻ്റെ തുറന്നിട്ട വാതായനത്തിലേക്ക് ഇങ്ങനെ കാലം തുറന്നു വെച്ച വാതിലിലൂടെ അയാൾ എന്തിനെന്നറിയാൻ വയ്യാത്തൊരു ജീവിതവും താങ്ങിപ്പിടിച്ചുകൊണ്ട് വേദനയോടെ വിയർപ്പിനേക്കാളേറെ കണ്ണീർ പൊഴിച്ചുകൊണ്ട് തൻ്റെ ജീവിത വഴിയിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ ഒരു പിക്ചർ നമ്മുടെ മൈൻഡിൽ വേണം. കുടിയൊഴിപ്പിക്കപ്പെടുന്നവൻ്റെ, പടിയിറക്കപ്പെടുന്നവൻ്റെ, അടിച്ചോടിക്കപ്പെടുന്നവൻ്റെ കണ്ണീർ വീണ് ചെതറിയ വഴിയിൽ ദൈവത്തിൻ്റെ നീതി കിളിർക്കും. ആമേൻ. ഈ വാക്ക് നിങ്ങളെല്ലാവരും കേട്ടുകൊള്ളുക. താങ്ക് യു ജീസസ്. പടിയിറക്കപ്പെടുന്നവൻ്റെ, അടിച്ചോടിക്കപ്പെടുന്നവൻ്റെ ജീവിത വഴികളിൽ അവൻ്റെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുന്ന കണ്ണീരിൽ ദൈവത്തിൻ്റെ നീതി കിളിർത്തു കയറും. ഇബ്താഹിൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ഇബ്താഹ് തൻ്റെ സഹോദരന്മാരെ വിട്ട് തോബ് ദേശത്ത് എന്ന് പാർത്തു. അടുത്ത വാക്ക്, നിസ്സാരന്മാരായ ചിലർ ഇബ്താഹിനോട് ചേർന്ന് അവനുമായി സഞ്ചരിച്ചു. അവന് കൂട്ടുകാരെ കിട്ടി. ആ കൂട്ടുകാർ ആരാണെന്ന് എഴുതിയിരിക്കുന്നു, നിസ്സാരന്മാർ. അയ്യോ, ഒരു മനുഷ്യനെ എങ്ങനെ അടയാളപ്പെടുത്തുകയാണ് ബൈബിൾ. അവൻ്റെ കൂടെ കൂടിയത് നിസ്സാരന്മാർ. സാധാരണക്കാരെന്ന് പോലും അല്ല പറയുന്നത്, സാധാരണക്കാർക്കും താഴെ നിൽക്കുന്ന ഒരാൾ, അവരെ കൂടെ ചേർത്തു. 30 വർഷം യേശുവിൻ്റെ ജീവിതത്തിൽ കർത്താവ് അനുഭവിച്ചൊരു വേദനയുണ്ട്. ഒടുവിൽ തൻ്റെ പിതാവ് വാതുറന്ന് പറഞ്ഞു, എൻ്റെ മകനാണെന്ന്. ഇത് ജോസഫിൻ്റെ മകനല്ല. വിശുദ്ധ മറിയ ഇതിനെ സ്വീകരിച്ചത് എവിടെ നിന്നാണെന്ന് യാഥാർത്ഥത്തിൽ ഉടമസ്ഥൻ തന്നെ വാ തുറന്ന് ആകാശം കീറി വിളിച്ചു പറഞ്ഞു. യോർദാൻ നദിയിൽ സ്നാനമേറ്റ് നിൽക്കുന്ന തൻ്റെ പൊന്നോമനെ നോക്കിക്കൊണ്ട് ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. നിഷേധിക്കപ്പെടുന്ന ബന്ധങ്ങളുടെയും തള്ളിപ്പറയപ്പെടുന്ന സാഹോദര്യങ്ങളുടെയും കുടിയിറക്കപ്പെടുന്ന കുടുംബാന്തരീക്ഷങ്ങളുടെ എല്ലാം ഇടങ്ങളിൽ നിന്നും പെരുവഴിയാധാരമായി പോയല്ലോ എൻ്റെ ജീവിതമെന്നോർത്ത് വിലപിക്കുന്ന സമയങ്ങളിൽ ആകാശം പിന്നെയും കീറും. ജീവിതത്തിൻ്റെ ആ യോർദാൻ കടവിൽ സ്വർഗം തുറന്ന് ദൈവപിതാവ് വിളിച്ചു പറയും, നീ അവൻ്റെ സ്വന്തം കുഞ്ഞാണ്.
വെള്ളത്തിൽ മുങ്ങി കേവലമുള്ള ഒരു ആത്മീക ആചാര്യത്വം മാത്രമല്ല ഇവിടെ ഉള്ളത്. അതിലെല്ലാം ഉപരിയായി 30 വർഷങ്ങളുള്ളിൽ നീറ്റലോട് കൊണ്ടു നടന്ന എന്തൊക്കെയോ വേദനകളുടെ പര്യവസാനം കൂടെ യോർദാനിൽ യേശു പ്രാപിച്ചു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യാഥാർത്ഥ അപ്പൻ വാ തുറന്ന് പറഞ്ഞു, എൻ്റെ മകനാണ്. ഒരു മകന് കിട്ടേണ്ട ഏറ്റവും വലിയ അംഗീകാരം. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആ മകൻ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും അപ്പ അപ്പ എന്നേ വിളിച്ചിട്ടുള്ളൂ. അങ്ങോട്ടേക്ക് നോക്കി, പിതാവേ പിതാവേ പിതാവേ. എല്ലാവരും കൂടെ ക്രൂശെ കയ്യിലും കാലിലൊക്കെ ആണിയടിച്ച് കൊല്ലാക്കൊല ചെയ്യുമ്പോഴും അവസാനം സ്വന്തം തോളിൽ തല ചായ്ച്ചുകൊണ്ട് വിളിക്കുന്ന വാക്ക് അപ്പാ, പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. കൂട്ടുകാരാരാ കർത്താവേ അങ്ങയുടെ? യേശുവിൻ്റെ സ്നേഹിതരെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അവർ ജീവിതത്തിൻ്റെ ഏറ്റവും സാധാരണ നിലയിലും താഴെ കിടന്നവരായിരുന്നു. യിഫ്താഹിൻ്റെ കൂട്ടുകാരെ പോലെ നിസ്സാരന്മാർ. യിഫ്താഹിനും അത് തന്നെയാണ് കിട്ടിയത്. നിസ്സാരന്മാരായ ചിലർ യിഫ്താഹിനോട് കൂടെ ചേർന്ന് അവനുമായി സഞ്ചരിച്ചു. യേശുവിൻ്റെ കൂടെ നടക്കുന്ന കൂട്ടുകാരെ നോക്കിക്കൊണ്ട് ചിലർ പറഞ്ഞു, അവൾ ഗണികയായൊരു സ്ത്രീയാണ്. ചിലരെ നോക്കി ചിലർ പറഞ്ഞു, അവർ ചുങ്കക്കാരാണ്. മറ്റു ചിലർ പറഞ്ഞു, അവൻ പാപികളുടെ കൂടെയാണ് നടക്കുന്നത്. മറ്റു ചിലർ പറഞ്ഞു, അവൻ കൊള്ളുവല്ലാത്ത ജീവിതാചാര്യങ്ങളുള്ള മനുഷ്യരുടെ ഒപ്പമാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്. ഇങ്ങനെയുള്ള പലവിധ കഥകൾ അങ്ങാടിപ്പാട്ട് പോലെ പ്രചരിക്കപ്പെടുമ്പോൾ യേശുവിൻ്റെ കൂട്ടുകാർ ആരാണ് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. സത്യത്തിൽ യിഫ്താഹിനെ പോലെ തകർക്കപ്പെട്ട ഒരുവൻ വേറെ ഉണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ അതിനേക്കാളും തകർക്കപ്പെട്ടവനായ ഒരുവൻ ഇപ്പുറത്ത് നിൽക്കുന്നു, കർത്താവായ യേശു. നമ്മുടെ ജീവിതം ഇത്രയും ധന്യമാക്കുന്നതിൻ്റെ പുറകിൽ യേശുവിൻ്റെ തകർച്ചയും വേദനയും ഒരിക്കലും നമുക്ക് വിസ്മരിക്കാനാവുകയില്ല. 4-ാം വാക്യം, കുറെ കാലം കഴിഞ്ഞിട്ട് അമോനിയർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഒരു യുദ്ധം ഉണ്ടാകുകയാണ്. നമ്മൾ വിചാരിക്കുന്നു അല്ലെങ്കിൽ സാധാരണക്കാരായിരിക്കുന്ന നിസ്സാരന്മാരായവരുടെ കൂടെ കൂടി തോളെ കൈയിട്ട് ചെറുക്കനങ്ങ് പോയെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആ കാലത്തിൽ ഒരു യുദ്ധം വരുന്നു. ആ യുദ്ധത്തിൽ അമോനിയർ ഇസ്രായേലിനെ യുദ്ധം ചെയ്യുകയാണ്. ആ സമയം ഗിലെയാദിലെ മൂപ്പന്മാർ യിഫ്താഹിനെ തോബ് ദേശത്ത് നിന്ന് കൊണ്ടുവരുവാൻ ചെന്നു. എവിടെ നിന്നും അടിച്ചോടിച്ചോ, ഏത് നാട്ടിൽ നിന്നും പടിയിറങ്ങി വന്നോ, ഏത് കുലത്തിൽ നിന്നും പടിയിറക്കപ്പെട്ടോ, അതേ കുലത്തിലേക്ക് തിരിച്ചു വിളിക്കുവാൻ വേണ്ടി ഒരു യുദ്ധം വരുമ്പോൾ മൂപ്പന്മാർ കൂട്ടമായി വരുന്നൊരു കാഴ്ച നമ്മളിവിടെ കാണുന്നു. 4-ാമത്തെയും 5-ാമത്തെയും വാക്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 5-ാം വാക്യം. യിഫ്താഹിൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു ഏടുണ്ടായിരുന്നുവെങ്കിൽ, മറ്റാർക്കും പരിഹരിക്കാൻ വയ്യാത്ത ചില പ്രശ്നങ്ങളിലൂടെ പടിയിറക്കപ്പെടുന്നവരെ ആട്ടി ഓടിച്ചവർ അകപ്പെടുമ്പോൾ ഏത് മനുഷ്യനാണോ അവരുടെ ക്രൂര വിനോദങ്ങൾക്കിരയായി കുടിയൊഴിപ്പിക്കപ്പെട്ടത്, അവനെ തന്നെ ഹീറോയാക്കി തിരിച്ചവിടെ കൊണ്ടുപോയി നിർത്തി അവനെ കൊണ്ട് കാര്യം തീർക്കുമാറാക്കുന്നൊരു ദൈവത്തിൻ്റെ നീതി. ഞാൻ മുൻപേ പറഞ്ഞില്ലേ, കണ്ണീര് വീണ വഴികളിലെല്ലാം കിളിർത്തു കയറുമെന്ന്. ദൈവത്തിൻ്റെ നീതി ചെറുവിത്തിൽ നിന്നും ചെറു ചെടിയായി തൈമരമായി അതെങ്ങനെ വളർന്നു പന്തലിച്ച് അതൊരു വൃക്ഷമായി ഉയർന്നതിൽ ഫലം കായ്ക്കുന്ന കാലത്ത് നീ കരഞ്ഞുകൊണ്ട് നടന്നുപോയ വഴികളിൽ നീ തിരിച്ചു വരുന്നത് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ റോൾ അലങ്കരിക്കുവാൻ ദൈവം താൻ രൂപകൽപ്പന ചെയ്ത തമ്പുരാൻ്റെ കയ്യിലെ ആ ഹീറോ ആയിട്ട് തന്നെ ആയിരിക്കും. അമോനിയരുമായി യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ ഗിലെയാദ്യർക്ക് മനസ്സിലായി, ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല. ഈ കാര്യത്തിന് തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ നമ്മൾ പേപ്പട്ടിയെപ്പോലെ ഒരുത്തനെ പണ്ട് നിന്ദിച്ചും അവഹേളിച്ചും അടിച്ചോടിച്ചില്ലേ, അവനെ പോയി നമുക്ക് വിളിച്ചുകൊണ്ട് വരാം. അവനുണ്ടെങ്കിലേ ഇനി കാര്യത്തിന് തീരുമാനമാകുകയുള്ളൂ. എവിടെയൊക്കെയോ നിന്റെ ജീവിതത്തിൽ സംഗമിക്കാൻ പോകുന്നൊരു ദൈവനീതിയുടെ അധ്യായം ഞാനിതിൽ കാണുന്നുണ്ട്. എവിടെയൊക്കെയോ അവഹേളിക്കപ്പെട്ട നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന വരവേൽപ്പിൻ്റെ ഒരു കത്ത് ഇവിടെ എഴുതപ്പെടുന്നതായി ഞാൻ പരിശുദ്ധാത്മാവിൽ അറിയുന്നു. കുഞ്ഞെ, നിന്റെ നിന്ദയുടെ കാലങ്ങൾക്കപ്പുറത്ത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന സന്തോഷകരമായൊരു നാളെ കയറി വരാൻ പോവുകയാണ്. 7-ാമത്തെ വാക്യം, യിഫ്താഹ് ഗിലെയാദ്യരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ പകച്ചു, പിതൃഭവനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞില്ലേ? നിങ്ങൾ എന്നെ പകയോടെയല്ലേ അപ്പൻ്റെ വീട്ടിൽ നിന്നും പടിയിറക്കിയത്, പിതൃഭവനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞത്? ഇപ്പോൾ നിങ്ങൾ കഷ്ടത്തിലായ സമയം എൻ്റെ അടുക്കൽ എന്തിനു വരുന്നു എന്ന് ചോദിച്ചു. ഗിലെയാദിലെ മൂപ്പന്മാർ യിഫ്താഹിനോടൊരു വാക്ക് പറഞ്ഞു, നീ ഞങ്ങളോട് കൂടെ വന്ന് അമോന്യരോട് യുദ്ധം ചെയ്യുകയും ഗിലെയാദിലെ സകല നിവാസികൾക്കും തലവനായിരിക്കുകയും ചെയ്യേണ്ടതിന്
ഞങ്ങളിപ്പോൾ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. തല ഉയർത്താൻ സമ്മതിക്കാത്തവനെ കൂട്ടത്തോടെ വന്ന് മൂപ്പന്മാർ ക്ഷണിച്ചുകൊണ്ട് പോയിട്ട് പറയുന്നു, ഞങ്ങൾക്ക് മാത്രമല്ല ദേശനിവാസികൾക്കെല്ലാം അഭിമാനത്തോടെ നീയാണ് ഇനി തലവനായിരിക്കേണ്ടത്. ഞങ്ങൾ അതിനാണ് വന്നിരിക്കുന്നത്. നിന്നെ ഞങ്ങളൊരു നായെപ്പോലെ എറിഞ്ഞോടിച്ച കാലമുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ ആട്ടി ഓടിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയെയാണെന്ന്. ഇന്ന് ഞങ്ങളിത് തിരിച്ചറിഞ്ഞു വന്നിരിക്കുന്നു. നീ വന്ന് ഞങ്ങൾക്ക് ന്യായപാലനം ചെയ്താൽ മാത്രം പോരാ, നീ ഞങ്ങളുടെ യുദ്ധം ചെയ്ത് നീ ഞങ്ങൾക്ക് തലവനായിരിക്കണം. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ സകല ദേശനിവാസികൾക്കും. കുടിയിറക്കപ്പെട്ടതും ഓടിക്കപ്പെട്ടതും ഒരു കുടുംബത്തിൽ നിന്നായിരിക്കാം. ദൈവത്തിൻ്റെ വരവേൽപ്പ് തമ്പുരാൻ തിരിച്ചെഴുതുമ്പോൾ നിനക്ക് ദൈവം അവകാശം എഴുതിത്തരുന്നത് പടിയിറക്കപ്പെട്ടൊരു കുടുംബത്തിൽ മാത്രമല്ല, ആ ദേശത്തിൻ്റെ തദ്ദേശീയരായ സകല മനുഷ്യരുടെയും ശിരസ്സിന് മീതെയാണ് നിനക്ക് ദൈവം അലങ്കരിച്ച് തരാൻ പോകുന്ന ഐശ്വര്യത്തിൻ്റെ പുതിയ സ്ഥാനമെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. കർത്താവിൻ്റെ കുഞ്ഞെ, ശ്രദ്ധയോടെ കേൾക്കുന്ന നിന്നെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ തന്നെ ഇന്ന് രാവിലെ ആഴ്ന്നിറങ്ങട്ടെ. ഇബ്താഹ് ഗിലെയാദിലെ മൂപ്പന്മാരോട്, അമ്മോന്യരോട് യുദ്ധം ചെയ്യുവാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് യഹോവ അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ നിങ്ങൾ എന്നെ തലവനാക്കുമോ എന്ന് ചോദിച്ചു. ചോദ്യം. അമ്മോന്യരെ ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ അവൻ പരാക്രമശാലിയാണ്. അപ്പോഴും അവൻ ചോദിക്കുന്നത്, ദൈവം അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ നിങ്ങൾ എന്നെ തലവനാക്കുമോ? അവന് വ്യക്തമായി അറിയാം, ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരണമെങ്കിൽ ദൈവം നിരൂപിക്കണം. ജീവിതത്തിൽ ആളും പേരും വന്ന് വിളിച്ചെന്ന് പറയുന്ന കാര്യമില്ല. ദൈവം തമ്പുരാൻ അനുവദിച്ചാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഗതികേട് വന്നില്ലേ, ഞാനിനി ദൈവത്തെ വിശ്വസിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഇത്രയും കഷ്ടത വന്നില്ലേ, ഞാൻ ഇനി കർത്താവിനോട് പ്രാർത്ഥിക്കത്തില്ല. ഇങ്ങനൊന്നുമല്ല. ജീവിതത്തിൻ്റെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തും അയാൾ അതിൻ്റെ നടുവിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നത് യഹോവയായ ദൈവത്തെയാണ്. ഇതൊരു മാതൃകയാണ്. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഹൃദയം പറഞ്ഞു പോകുന്ന വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും ഒരു തിരിച്ചുവരവിനെ നാളെ ദൈവം നിനക്ക് ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതായി തിരിച്ചറിവോടുകൂടെ നീ ഇന്ന് നടന്നു പോയിക്കൊള്ളുക. അതിനിടയിൽ നീ കരയുമായിരിക്കും. നിന്റെ വേദനയുടെ കണ്ണുനീരുകൾ നീ പോകുന്ന വഴികളിൽ വീണ് ചിതറിക്കോട്ടെ. ഞാൻ പറഞ്ഞു, ദൈവനീതിയുടെ വിത്തുകളായി നാളെ കിളിർത്തു പൊന്തും. അടുത്ത വാക്ക്, ഇതൊക്കെ കഴിഞ്ഞ് ദൈവം ഒരു കാലം ഒരുക്കി വെച്ചിട്ടുണ്ട്. അന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ നല്ല നേരം അലങ്കരിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് എന്നുള്ള ബോധ്യം ഇബ്താഹിനുണ്ടായിരുന്നു. ഗിലെയാദിലെ മൂപ്പന്മാർ ഇബ്താഹിനോട്, യഹോവ നമ്മുടെ മധ്യേ സാക്ഷി, നീ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. യഹോവ ഞങ്ങളുടെ മധ്യേ സാക്ഷി. ഞാൻ ആദ്യമേ ഒരു ദൂത് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. ജീവിതത്തിൽ പലതും സംഭവിക്കുമ്പോൾ നിശബ്ദമുഖമായ ജീവിതത്തിൻ്റെ ഭൂതകാലത്തിൽ നീ പടിയിറക്കപ്പെട്ട സമയത്ത് ഒരുവൻ അതിന് സാക്ഷിയായിരുന്നു. എന്തുകൊണ്ട് ദൈവം ചില കാര്യങ്ങളിൽ മിണ്ടാതിരുന്നു? നിന്റെ വരവേൽപ്പിന് മനോഹാരിത കൂട്ടുവാനെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞ വാക്കാണ്. യഹോവ ഇതിന് നടുവിൽ സാക്ഷി. പിന്നീട് ഇബ്താഹ് യുദ്ധം ജയിക്കുകയാണ്. അവൻ ഇസ്രായേലിനെ ന്യായപാലനം ചെയ്യുകയാണ്. സ്വന്തം വീടിൻ്റെ കതക് കൊട്ടിയടയ്ക്കപ്പെട്ട ഒരു കാലത്തിൽ നിന്നും ഒരു ദേശത്തിൻ്റെ കവാടം അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടുകയും അവന് ഇടം കൊടുക്കാതിരുന്ന ദേശത്ത് അവൻ ന്യായാധിപൻ്റെ കസേരയിൽ ഇരുന്ന് അവരെ വാഴുകയും ചെയ്തൊരു കാലം ദൈവം ഇബ്താഹിൻ്റെ ലൈഫിൽ എഴുതി. ഇന്നെൻ്റെ വാക്കുകൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, വേദനയോടും കഷ്ടം നിറഞ്ഞ ജീവിത സമയങ്ങളോടും കൂടെ നീ ദിനരാത്രികളിൽ കടന്നു പോകുമ്പോൾ വേദനയുടെ അപ്പുറത്ത് ദൈവം ഒരുക്കുന്നൊരു സന്തോഷം നിനക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. നീ തളർന്നു പോകല്ലേ, ഈ അവസ്ഥകൾ മാറും. ദൈവത്തിൻ്റെ കൃപ നിൻ്റെ കൂടെ തന്നെയുണ്ട്. ഈ ദിവസങ്ങളിൽ നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവനീതിയുടെ വൃക്ഷങ്ങളായി കിളിർക്കും. കർത്താവിൻ്റെ കൃപ നിന്നെ പൊതിയും. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, വിവിധ ഭാരങ്ങളിൽ നിരാശകളിൽ മനസ്സ് നീറി ഇന്നത്തെ ദൈവാലോചന കേട്ട് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ എല്ലാ പൊന്നോമന മക്കൾക്കായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കാരുണ്യവും കൃപയും അങ്ങയുടെ മക്കളോട് കൂടെ ഇരിക്കണമേ. ഇവരുടെ മനസ്സിനെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതം എത്രയും ധന്യമാക്കുന്ന യേശുവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ കുഞ്ഞുങ്ങൾ ഇന്ന് രാവിലെ എന്തെല്ലാം ഭാരങ്ങളുടെ നടുവിൽ, പ്രയാസത്തിൻ്റെ നടുവിലായിരിക്കുന്നുവോ അവിടുന്ന് അത് ഇവർക്ക് നൽകണമേ. കർത്താവെ, ദൂത് കേട്ട സകല ദൈവമക്കളെയും ആദരിക്കണമേ, അനുഗ്രഹിക്കണമേ. അവിടുത്തെ മഹാകൃപ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പിതാവായ ദൈവത്തിൻ്റെയും രക്ഷകനും കർത്താവുമാം യേശുനാഥൻ്റെയും
പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ പകലത്തെ സകല ഉദ്യമങ്ങളും പ്രവർത്തനങ്ങളും അനുഗ്രഹവും ഭംഗിയുള്ളതുമായി തീരട്ടെ. ഇബ്താഹിനെ ആദരിച്ചതുപോലെ നിങ്ങൾ ആദരിക്കപ്പെടും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വരവേൽപ്പൊരുക്കും. നിന്നയോടെ നീ ഇറങ്ങി വന്നിടത്ത് മാന്യതയോടെ ദൈവം നിന്നെ തിരികെ കയറ്റുമ്പോൾ ആ വരവേൽപ്പിന് മനോഹാരിത ഉണ്ടായിരിക്കും. മൂകസാക്ഷിയായ എല്ലാത്തിൻ്റെ നടുവിൽ മൗനം പാലിച്ചു നിൽക്കുന്ന ദൈവം നിശബ്ദത വെടിഞ്ഞ് വാതുറക്കുന്ന ആ ദിനം ഇവരുടെ ജീവിതത്തിൽ ആഗതമാകാൻ പോകുന്നല്ലോ. ദൈവം താൻ ഹൃദയം തുറന്ന് അതരം തുറന്ന് ഞങ്ങൾ ആരെന്നുള്ളത് വിളിച്ചു പറയുന്ന സന്തോഷ സാക്ഷി നിമിഷത്തിലേക്ക് ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യമായ യോർദാനിൽ കർത്താവെ നിന്നുകൊണ്ട് അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അറപ്പാടിനാൽ ഞങ്ങളെ ഇന്ന് തൃപ്തിപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ധാരാളമായി കർത്താവിൻ്റെ കുഞ്ഞെ, യേശു നിന്നെ അനുഗ്രഹിക്കട്ടെ. നീ ഒന്നും പേടിക്കല്ലേ. ഇതിനാലൊന്നും ഒരു ദോഷവും നിനക്ക് വരികയില്ല. കർത്താവ് നിൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നമുക്ക് കോട്ടയത്തെ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആരാധന നടക്കുന്ന IMA ഹാളിൽ 10 മണി മുതൽ ശുശ്രൂഷയുണ്ട്. വരാൻ കഴിയുന്ന എല്ലാവരും വരണം. ഓൺലൈനിൽ വരാൻ കഴിയുന്ന എല്ലാവരും ഓൺലൈനിൽ ചേരണം. കൂടാതെ ഞായറാഴ്ച വിശുദ്ധ സഭായോഗമുണ്ട്. നിങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഭൂമിയുടെ അറ്റം വരെയും ഈ ദൂത് പ്രചരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനാണ്. ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്യാൻ എൻ്റെ കൂടെ കൂടാം. ഓക്കെ, നിങ്ങൾ കൂടുതൽ ഒന്നും ചെയ്യേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളിത് ഷെയർ ചെയ്യണം. നമ്മൾ ലൈക്ക് ചെയ്യുമ്പോൾ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ചെല്ലും. നമ്മൾ കമൻറ്റുകൾ ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഇതിൻ്റെ ഉള്ളടക്കങ്ങൾ കണ്ട് സന്തോഷിക്കാൻ, അവർക്കും അവരുടെ വിഷയങ്ങൾ എഴുതാനുള്ള ധൈര്യവും പ്രേരണയും പ്രചോദനവുമാകും. നിങ്ങൾ ഈ ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ ഇതിനേക്കാൾ വലിയ നിലകളിൽ ദൈവം നിങ്ങളെയും തൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്കായി വിശാലതയിലേക്ക് എത്തിക്കും. അല്പത്തിൽ വിശ്വസ്തൻ അധികത്തിൽ വിചാരകനാകുമല്ലോ. നമ്മളെ മാനിക്കുന്ന യേശുവിനുള്ള സ്നേഹത്തിൽ നമുക്കിത് മറ്റുള്ളവർക്കായിട്ട് പങ്കുവെക്കാം. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിച്ചുയർത്തട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.